Good morning to all. Have a nice day. How to be a record holder. ലോകത്ത് 815 കോടി ജനങ്ങളുണ്ട്. ഏഷ്യയിൽ 425 കോടി ജനങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ 145 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. റെക്കോർഡെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരുണ്ട്. എന്താണത്? റെക്കോർഡ്. ഒരു റെക്കോർഡെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു തോന്നൽ വരുന്നത് എന്താണ്? ആർക്കും അറിയില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുക വളരെ അപൂർവം ചില ആളുകളുടെ ചിന്തയിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിൽ നിന്നാണ്. ആ ആഗ്രഹത്തിന് പുറമെ അവർ സഞ്ചരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ലഭിക്കുന്നത്. എന്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ചരിത്രം? 1951 ഗിന്നസ് ബ്യൂവറീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹ്യൂഗ് ബീവർ അയർലൻഡിലേക്ക് പോവുകയും അവിടെ ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇടവേളയിൽ അദ്ദേഹം കുറച്ചാളുകൾ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി ഏതാണ് എന്നായിരുന്നു അവിടെ നടന്നിരുന്ന ചർച്ച. ചിലർ പറഞ്ഞു ഗോൾഡൻ ഫ്ലോവലാണ് ഏറ്റവും വേഗതയേറിയ പക്ഷി. മറ്റു ചില ആളുകൾ പറഞ്ഞു അല്ല, റെഡ് റോസ് ആണ് ഏറ്റവും വേഗതയേറിയ പക്ഷി. ആ ചർച്ചയ്ക്ക് ഒരു ഉത്തരവും കിട്ടാതെ വന്നപ്പോൾ ഹ്യൂഗ് ബീവറിന്റെ മനസ്സിലൊരു ചിന്ത ഉടലെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് ഉത്തരം കണ്ടെത്താവുന്ന രീതിയിലുള്ള ഒരു പുസ്തകം എന്തുകൊണ്ടില്ല എന്നുള്ളൊരു ചർച്ച. ആ ചർച്ചയിൽ നിന്ന് 1955 രൂപപ്പെട്ടതാണ് ഗിന്നസ് ബുക്ക്. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അത്ഭുതകരമായ കാര്യങ്ങളുടെ ശേഖരമായി മാറിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ ഗിന്നസ് ബുക്ക്. ഇന്നതിന് 70 വർഷം പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ് 2025. അങ്ങനെ അദ്ദേഹം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പുസ്തകം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇരട്ട സഹോദരങ്ങളായ നോറിസിനെയും റോസ് മക്വിർട്ടിനെയും കണ്ടുമുട്ടുന്നത്. അങ്ങനെ ആദ്യമായി 1955 1000 പുസ്തകങ്ങൾ ഇറക്കുകയും ആ പുസ്തകം സൗജന്യമായി വിതരണം നൽകുകയും ചെയ്തു. പിന്നീട് ലോകത്തുനിന്ന് 100 രാജ്യങ്ങളിൽ 40 ഭാഷകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി മാറിയിരിക്കുന്നത് ഗിന്നസ് ബുക്കാണ്. ഗിന്നസ് ബുക്കിലേക്ക് ഒരാൾ എത്തുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെന്താണ് ആഗ്രഹിക്കുന്നത്, അതായത് ആൽക്കെമിസ്റ്റിൽ പറഞ്ഞല്ലോ, നിങ്ങൾ തീഷ്ണവും തീവ്രവുമായ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് പുറകെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്ന് പറയുന്ന അതുപോലെ തീവ്രമായ പരീക്ഷണങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഭാഗമാകുമ്പോഴാണ് ഒരാൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച 2 പേരാണ്. ഒന്ന് പ്രേം നസീർ, 2 ഷീല. 136 സിനിമകളിൽ ഒരുമിച്ച് താരജോഡിയായി അഭിനയിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് കേരളത്തിലേക്ക് ആദ്യമായി ഗിന്നസ് കൊണ്ടുവരുന്നത്. എനിക്ക് ഗിന്നസ് ലഭിക്കുന്നത് 2016 എനിക്ക് ഗിന്നസ് ലഭിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാക്കിയതിനാണ് 2016 എനിക്ക് ഗിന്നസ് ലഭിച്ചത്. ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള 3137 യൂണിക് ബുക്സ്, വ്യത്യസ്ത പേരുകളുള്ള വ്യത്യസ്ത കഥകളുള്ള 3137 പുസ്തകങ്ങൾ രചിച്ചതിനാണ് 2016 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ എനിക്ക് ഇടം പിടിക്കാൻ സാധിച്ചത്. നിങ്ങൾ ഏറ്റവും ചെറിയ പുസ്തകം കണ്ടിട്ടുണ്ടോ?
എന്താണ് മിനിയേച്ചർ പുസ്തകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ എന്തായിരിക്കും? ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? ആ പുസ്തകത്തിന്റെ നീളം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? അതായത് ഒരു റെക്കോർഡിലേക്ക് പോകുമ്പോൾ, 1, അത് കൗണ്ടബിൾ ആയിരിക്കണം. 2, അത് ബ്രേക്കബിൾ ആയിരിക്കണം. 3, മെഷർമെന്റ് കണക്കാക്കാവുന്നതായിരിക്കണം, അളവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അത് ബിഗ്ഗസ്റ്റ് ആണ്, ഹെവിയസ്റ്റ് ആണ്, ലോങ്ങസ്റ്റ് ആണ്, ലാർജസ്റ്റ് ആണ്, സ്മോളസ്റ്റ് ആണ്, മോസ്റ്റ് നമ്പർ ഓഫ് ആണ്. ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ്, ഏറ്റവും വലുത്, ഏറ്റവും ഭാരം കൂടിയത്, ഏറ്റവും അളവ് കൂടിയത്, ഇതാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റെക്കോർഡ് ലഭിക്കാറുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ, എനിക്കറിയാം, കോഴിക്കോട് നിൽക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് 1.5 കിലോമീറ്റർ നീളത്തിലാണ് ജസീം ഫൈസി ഖുർആൻ എഴുതി വെച്ചത്. 1.5 കിലോമീറ്റർ നീളത്തിലുള്ള ഖുർആൻ. ലോകത്തിലെ കയ്യെഴുത്ത് പ്രതിയായ ഏറ്റവും വലിയ ഖുർആനിലുള്ള റെക്കോർഡ് കോഴിക്കോട് കടപ്പുറത്താണ് പറഞ്ഞത്. അങ്ങനെ വ്യത്യസ്തമായി ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് 2016 ശേഷം ഒരുപാട് റെക്കോർഡ് കിട്ടിയ ആളുകൾക്കിടയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിമുട്ടക്കുള്ളിൽ ചിത്രം വരച്ച ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിമുട്ടക്ക് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി വീണ്ടും ചിത്രം വരയ്ക്കുന്ന ഒരാൾ. ട്യൂബ് ലൈറ്റിനുള്ളിൽ 116 പേരെ വരച്ച ഒരാൾ. അങ്ങനെ ഒരുപാട് ആളുകൾ. 5 ദിവസം തുടർച്ചയായി പ്രസംഗിച്ച വ്യക്തി, 4 ദിവസം തുടർച്ചയായി പാട്ടുപാടിയ വ്യക്തി. അങ്ങനെ വ്യത്യസ്തതകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരുടെ ലോകമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. ഞാനൊരു ചോദ്യം ചോദിച്ചു. ഏറ്റവും ചെറിയ പുസ്തകം, അതിൻ്റെ നീളം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ലോകം കണ്ടതിൽ വെച്ച് നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പുസ്തകമാണിത്. ഏറ്റവും ചെറിയ പുസ്തകം. ഒരു A4 ഷീറ്റിനെ നമുക്ക് എത്ര പേജാക്കി മുറിക്കാൻ പറ്റും? ഒരു A4 ഷീറ്റ് പേപ്പറിനെ 100 പേജാക്കാൻ പറ്റുമോ? 200, 300 സാധിക്കുമോ? ഒരു A4 ഷീറ്റ് പേപ്പറിനെ 3672 പേജാക്കി 72 പേജുള്ള 51 പുസ്തകങ്ങൾ ഉണ്ടാക്കി. ഈ പുസ്തകത്തിൽ 70 ഭാഷയുണ്ട്. എത്ര ഭാഷ? 70 ഭാഷ. ഇത് വായിക്കാൻ സാധിക്കുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ, വായിക്കാൻ കഴിയുന്ന പുസ്തകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരാൾ എഴുന്നേറ്റ് വരും, ഈ പുസ്തകം ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു തരാം, കമോൺ. ലോകത്തിലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പുസ്തകം, ഇതിന്റെ നീളം എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ, അതായത് 1/2 സെന്റിമീറ്റർ മാത്രമാണ് ഈ പുസ്തകത്തിന്റെ നീളം. 1/2 സെന്റിമീറ്റർ മാത്രം നീളം, 1/2 സെന്റിമീറ്റർ മാത്രം വീതി, 1/2 സെന്റിമീറ്റർ മാത്രം തിക്നെസ്. ഇതൊരു മില്ലിഗ്രാം ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ള വസ്തുവാണിത്. അപ്പൊ ഈ പുസ്തകം വായിക്കാൻ പോവുകയാണ്. I was a sea salt. അതിന്റെ അർത്ഥം പറഞ്ഞു. I was a sea. ഞാനൊരു കടലായിരുന്നു. ആരാ പറയുന്നത്? സാൾട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലേ. ഞാനൊരു കടലായിരുന്നു എന്ന് സാൾട്ട് പറയുന്നു, ഉപ്പ്. 2002 മുതലാണ് ഞാൻ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്നത്. എഴുത്തെന്ന് പറയുന്നത്
ഒരുപാട് പ്രഗത്ഭരായ വായനക്കാരെ അത്ഭുതപ്പെടുത്തിയ, വായനയുടെ കടലിലേക്ക്, കടലിൻ്റെ ആഴങ്ങളിലേക്ക് വായനക്കാരെ കൈപിടിച്ചു കൊണ്ടുപോയ വൈക്കം മുഹമ്മദ് ബഷീറും മാധവിക്കുട്ടിയും MT വാസുദേവൻ നായരും അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാരുള്ള ഇടത്തിലേക്ക് ഒരു സാധാരണക്കാരനായ എന്നെപ്പോലെ ഒരാൾ എഴുത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നി അവിടെ എൻ്റേതായ ഇടം കണ്ടുപിടിക്കണമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. എൻ്റേതായ ഇടം കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? റോബർട്ട് ഫോസ്റ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞു, വഴികൾ രണ്ടായി പിരിയുന്നിടത്ത് ഞാൻ നിന്നു. എന്നിട്ട് അധികമാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. അതാണ് എന്നെ വ്യത്യസ്തനാക്കിയത്. ഞാൻ ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന് ഞാനിങ്ങനെ സ്തംഭിതനായി നിന്നു പോവുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ആർക്കും സുപരിചിതമല്ലാത്ത, എന്നാൽ ഗൾഫിലേക്കൊക്കെ പോയ ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ചെറിയ ഖുർആൻ കൊണ്ടുവരാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഖുർആൻ ഉണ്ടായിരുന്നു, 5 സെന്റിമീറ്ററിൻ്റെ ഖുർആൻ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു പരീക്ഷണമായിക്കൂടാ എന്ന്. അങ്ങനെ 2018 4 സെന്റിമീറ്റർ മാത്രമുള്ള പുസ്തകത്തിൽ 101 കഥകളുമായി ഞാൻ വായനക്കാരുടെ ലോകത്തേക്ക് വരികയാണ്. ഒറ്റവരി കഥകളാണ്. SMS എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ഒറ്റവരി കഥകൾ. ഈ ഒറ്റവരി കഥകൾ വായനാ സമൂഹത്തിന് സൗജന്യമായി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് കടന്നു വന്നപ്പോൾ, അന്നൊക്കെ വലിയ നോവലുകളുടെ, ചെറുകഥകളുടെ ഒക്കെ ഒരു കാലമാണ്. അവിടെയാണ് പുതിയ പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇവിടെ ഇന്ന് ഫ്യൂച്ചർ ഫെസ്റ്റ് ഫ്യൂഫെ നടക്കുന്നത് ഭാവിയുടെ ഒരു ഉത്സവമായിട്ടാണ്. കാലം മാറുകയാണ്. നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നാളെ നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് മനുഷ്യരോടല്ല, റോബോ മനുഷ്യരോടാണ്. ഇപ്പൊ കഥയും കവിതയും ഒക്കെ എഴുതുന്നത് ChatGPT ആണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് മിനിയേച്ചർ പുസ്തകമുണ്ടാക്കി വായനക്കാർക്ക് സൗജന്യമായി കൊടുത്തപ്പോൾ എന്നോട് തൃശ്ശൂർ ജില്ലയിലെ പ്രസ് ക്ലബിൽ വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു പത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഗിന്നസ് റെക്കോർഡ് നേടാനാണോ ശ്രമിക്കുന്നത് എന്ന്. സ്വാഭാവികമായി ഞാനും പലപ്പോഴും കേട്ടിട്ടുണ്ട് ഗിന്നസ് ബുക്ക് എന്നുള്ള ആ ഒരു പേര്. എൻ്റെ മനസ്സിലും ഗിന്നസ് നേടണമെന്നുള്ളൊരു ചിന്തയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇത് ലോകത്തിലെ വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പുസ്തകമാണ് എന്ന് ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഞാൻ ഗിന്നസിന് വേണ്ടി ശ്രമം തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, ലോകത്ത് ഇതിനേക്കാൾ ചെറിയ പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അങ്ങനെ 2011 1.5 സെന്റിമീറ്ററിന്റെ പുസ്തകം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചപ്പോൾ സ്വാഭാവികമായി ഗിന്നസിലേക്കുള്ള എൻ്റെ യാത്രയുടെ വേഗത കൂട്ടണമെന്നും താല്പര്യം കൂട്ടണമെന്നുള്ള തോന്നലുണ്ടായി. ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ 2012 1 സെന്റിമീറ്ററിന്റെ പുസ്തകത്തിൽ 66 ഭാഷാ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകം ഉണ്ടാക്കി ഗിന്നസിന് അയച്ചു കൊടുത്തപ്പോൾ ഗിന്നസിൽ നിന്ന് എനിക്കൊരു മറുപടി ഉണ്ടായി. ഞാൻ പറഞ്ഞത് ലോകത്തിലെ വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കവിതാ സമാഹാരമാണെന്ന് പറഞ്ഞ് ഗിന്നസിന് അയച്ചു കൊടുത്തപ്പോൾ ഗിന്നസ് എനിക്ക് നൽകിയ മറുപടി വളരെ രസകരമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ 1 മില്ലിമീറ്ററിന്റെ പുസ്തകമുണ്ട്. 10 മില്ലിമീറ്റർ അല്ലേ, 1 സെന്റിമീറ്റർ അല്ലേ? ഞങ്ങളുടെ കയ്യിൽ 1 മില്ലിമീറ്ററിന്റെ പുസ്തകമുണ്ട്. വായിക്കാൻ കഴിയാത്ത പുസ്തകമല്ല. റഷ്യക്കാരനായ പാൽകോവിക് രചിച്ച ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് 1977 ഞാൻ ജനിക്കുന്നത് 1977. ഞാൻ ജനിക്കുമ്പോൾ തന്നെ മിനിയേച്ചർ പുസ്തകത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് റഷ്യക്കാരൻ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സ്തംഭിച്ചു പോയി. ഇനി ഗിന്നസ് റെക്കോർഡ് നേടാൻ എനിക്ക് എന്താണ് ഓപ്ഷൻ എന്നുള്ളപ്പോഴാണ് ബാക്യൂ മ്യൂസിയം, അസർബൈജാനിലെ ബാക്യൂ മ്യൂസിയം, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ മിനിയേച്ചർ പുസ്തകങ്ങളുടെ മ്യൂസിയമാണ് ബാക്യൂ മ്യൂസിയം. അവിടെ 2913 പുസ്തകങ്ങളുണ്ട്. 1 സെന്റിമീറ്ററിനും 7 സെന്റിമീറ്ററിനും ഇടയിലുള്ള വായിക്കാൻ കഴിയുന്നതും വായിക്കാൻ കഴിയാത്തതുമായ പുസ്തകങ്ങൾ. അങ്ങനെ എനിക്ക് തോന്നുകയാണ്, എന്തുകൊണ്ട് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൂടാ? അങ്ങനെ
നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി, എൻ്റെ 8 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായി. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, കുന്നംകുളത്തുള്ള ഫഹദ് കോട്ടോലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫാരിസ് കോട്ടോലും. ഇവർക്ക് കുന്നംകുളത്തും ചങ്ങരംകുളത്തും പ്രസ്സുണ്ട്. ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് 3137 വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വ്യത്യസ്ത പേരുകളിലുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള പുസ്തകങ്ങൾ ഉണ്ടാക്കിയപ്പോൾ 2016 എനിക്ക് ബാക്യൂ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന 2917 പുസ്തകങ്ങളുടെ റെക്കോർഡ് മറികടക്കാനും, ഇന്ന് ലോകത്ത് മിനിയേച്ചർ പുസ്തകങ്ങളുടെ ചർച്ച എവിടെ നടക്കുന്നുണ്ടെങ്കിലും മാർച്ച് 21 ലോകത്തെ കാവ്യദിനം. ഈ വർഷം ലോക കാവ്യദിനത്തിന് റുമേനിയയിലാണ് എൻ്റെ പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ലേഖനം വന്നത്. ലോകത്ത് എവിടെ മിനിയേച്ചർ പുസ്തകങ്ങളുടെ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും കുന്നംകുളത്തെ ആദൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിലുള്ള ഒരു വായനശാല പോലും ഇല്ലാത്ത നാട്ടിലെ എൻ്റെ പേര് അവിടെ വരുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ, നമുക്കൊരാശയമുണ്ടെങ്കിൽ, ആ ആശയത്തിന് പുറകെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ 1/2 സെന്റിമീറ്ററിൻ്റെ പുസ്തകം ഉണ്ടാക്കാൻ പറ്റും, 10,000 പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു സന്ദേശം. ഒപ്പം തന്നെ ഞാൻ പറയുന്നു, പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി ചെയ്യുക എന്നുള്ളൊരു ആശയം. ഈ പുസ്തകത്തിൽ 70 ഭാഷകളുണ്ട്. ഈ പുസ്തകത്തിൽ 70 ഭാഷകളുണ്ട്. എങ്ങനെ ഈ പുസ്തകത്തിലേക്ക് 70 ഭാഷകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു? ഇത് എൻ്റെ തോട്ട്സ് ആണ്. ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമ ഏതാണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമ ദ മാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഉറുമ്പാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. 2018 ആ ഉറുമ്പിനെ വെച്ചുകൊണ്ടുള്ള സിനിമ സംവിധാനം ചെയ്തത് ഞാനാണ്. 100 വർഷത്തെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സിനിമ ഇന്നും എൻ്റെ പേരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാഹിത്യത്തിലും അതുപോലെ തന്നെ സിനിമയിലും ഈ 2 മേഖലയോടും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ 2 മേഖലയിൽ എനിക്ക് റെക്കോർഡ് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനുവേണ്ടി ഞാൻ നടത്തിയ പരിശ്രമങ്ങളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഉള്ളിൽ വ്യത്യസ്തമായ കഴിവുകളുണ്ടാകും. പക്ഷെ ആ കഴിവ്, പിക്കാസോ പറഞ്ഞതുപോലെ, എല്ലാവരും സർഗാത്മകമായിട്ടുള്ള കലാകാരന്മാരായിട്ടാണ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. പക്ഷേ നമുക്ക് സാധിക്കാതെ പോകുന്നത് കലാകാരനായി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ബ്രൈൻ സ്റ്റോമിങ് എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞത്, ഒഴിഞ്ഞ മൺപാത്രം പോലെ ഒരു കുട്ടിയും ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നില്ല എന്ന് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. പക്ഷേ നമുക്ക് ആ കഴിവിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ, ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ വെച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ സർഗാത്മകമായിട്ടുള്ള സിദ്ധികളാണ്. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഫാറൂഖ് ഫൈസി, അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രവാസിയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, എന്നെ ഒന്ന് റെക്കോർഡിന് വേണ്ടി പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 100 ദിവസമല്ലേ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾക്ക് തുടർച്ചയായി 365 ദിവസം ഇത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് അത്രയും കണ്ട് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. റെക്കോർഡ് എന്ന് പറയുന്നത് പ്രയാസമുള്ളതാണ്. ലോകത്തെ 815 കോടി ജനങ്ങളെ അത്ഭുതപ്പെടുത്തുമ്പോഴാണ് ഒരു റെക്കോർഡാകുന്നത്. നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്താൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞ വാക്കിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പുള്ളി 366 ദിവസം തുടർച്ചയായി എഴുതി. അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളുണ്ട്. എക്സ്ട്രാ ഓർഡിനറിയായ ആളുകളുണ്ട്. 5 വയസ്സുള്ള കുട്ടി മുതൽ 93 വയസ്സുള്ള ആൾ വരെ കേരളത്തിൽ നിന്ന് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുണ്ട്. 93 വയസ്സ് ഉള്ള അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഒരു അഭിഭാഷകനാണ്. 93-ാമത്തെ വയസ്സിലും അദ്ദേഹം കോടതിയിൽ കേസ് വാദിക്കാൻ പോകുന്നു. എത്രയോ കാലം നീണ്ടു നിൽക്കുന്ന 10-70 വർഷം കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്തതിനാണ് അദ്ദേഹത്തിന് ഗിന്നസ് ലഭിച്ചിട്ടുള്ളത്. 6 വയസ്സിൽ ഒരു റെക്കോർഡ് എന്ന് പറയുമ്പോൾ 5 വയസ്സിന് ശേഷമാണ് ഗിന്നസ് ഒക്കെ ലഭിക്കുന്നത്. അത്
ദീനോസോറുകളെ ഐഡന്റിഫൈ ചെയ്തതിനാണ് 5 വയസ്സുള്ള കുട്ടിക്ക് റെക്കോർഡ് ലഭിച്ചത്. ഇനി ഒരാൾ 12 വയസ്സിന് താഴെയുള്ള ഒരാൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് റെക്കോർഡ് സ്വീകരിക്കുകയില്ല. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് രക്ഷിതാവിൻ്റെ ഒരു പിന്തുണ കൂടി വേണം, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം രക്ഷിതാവ് ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് റെക്കോർഡിന് അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ലൈഫ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞത്. നമുക്കൊക്കെ പലർക്കും ഒരു തോന്നലുണ്ടായിരുന്നു, ഗിന്നസ് ബുക്കിൽ പേര് വരണമെങ്കിൽ വലിയ സാമ്പത്തികപരമായ വലിയ സൗകര്യങ്ങൾ വേണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇടപെടാൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ വേണം, അല്ലെങ്കിൽ നമ്മൾ വിദേശിയായാൽ മാത്രമാണ് നമുക്ക് റെക്കോർഡ് കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ്. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള എന്നുള്ള ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിക്കുകയും, ഞാൻ ഗിന്നസ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ 12ാമനാണ്. ഇന്ന് 99 പേർക്ക് കേരളീയർക്ക് ഗിന്നസ് ലഭിച്ചിട്ടുണ്ട്. അതായത് കഴിവുള്ള ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായി ഗിന്നസിനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചിയിലുണ്ടായിട്ടുള്ള ഭരതനാട്യവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആളുകളുടെ കയ്യിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വാങ്ങി, ഒപ്പം തന്നെ അവിടുത്തെ MLA ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് വീണു. ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഗിന്നസിന് തന്നെ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇവന്റുകൾ ഒരിക്കലും ഗിന്നസിന്റെ പുറകെ പോവരുത്. ഗിന്നസ് ഇൻഡിവിജ്വലായി ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് 1 രൂപയുടെ ചെലവും അവിടേക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. അതേസമയം ഗ്രൂപ്പാണെങ്കിൽ 20,000 UK പൗണ്ട്, അതായത് 21.5 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമാണ് അതിൻ്റെ അപ്രൂവൽ പോലും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഒരു പാർട്ടിസിപ്പൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 1050 രൂപ കൊടുക്കണം. കേരളം പോലത്തെ ഇന്ത്യയിലെ ആകെ 600-ൽ താഴെ പേർക്ക് മാത്രമാണ് ഗിന്നസ് ഉള്ളത്. അതിലെ 100ഓളം പേര് കേരളത്തിലാണ്. കേരളം ഒരു വിപണിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പല ആളുകളും ഗിന്നസിൻ്റെ ഗ്രൂപ്പ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധാരണയുടെ പുറത്ത് പോവുകയും, ഒപ്പം തന്നെ പാർട്ടിസിപ്പൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഗിന്നസ് എന്ന് പേരിൻ്റെ കൂടെ വെക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. ഒരാൾക്ക് ഗിന്നസ് എന്ന് തൻ്റെ പേരിൻ്റെ ടൈറ്റിലായി വെക്കണമെങ്കിൽ ഇൻഡിവിജ്വലായ റെക്കോർഡ് കിട്ടിയവർക്ക് മാത്രമാണ് അതിന് സാധിക്കുന്നത്. അതേസമയം ഗിന്നസിൽ പല ഇനങ്ങൾക്കും അവിടെ ടൈറ്റിലില്ലാത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വരുന്നവളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേദി ഒരുക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്. കൊക്കക്കോളയായിരുന്നു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സ്പോൺസേഴ്സ്. കഴിഞ്ഞ 8 വർഷമായി കൊക്കക്കോള സ്പോൺസർഷിപ്പിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ടാലൻറ്റ് റെക്കോർഡ് ബുക്ക്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം URF തുടങ്ങിയ നല്ല കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകളെ, എത്രയോ പ്രതിഭകളെ, എത്രയോ കഴിവുള്ളവരെ, എത്രയോ വ്യത്യസ്തരായ ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ജീവിച്ച് മരിച്ചു പോകും. ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ലോകം നിങ്ങൾക്ക് എന്ത് സമ്മാനിച്ചു എന്നുള്ളതല്ല, ഈ ലോകത്തിന് നമ്മൾ എന്ത് സമ്മാനിച്ചു, നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ആ ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വലിയ പ്രിവിലേജുകളാണ്, വലിയ അഡ്രസ്സുകളാണ്, വലിയ അറ്റൻഷനാണ്. ഈ അറ്റൻഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. പലരും എന്നെ ഫോൺ വിളിച്ചുകൊണ്ട് പറയാറുണ്ട്, ലോക റെക്കോർഡ് കൊടുക്കുന്ന സാറല്ലേ, ഒരു റെക്കോർഡ് എനിക്ക് തരുമോ, എത്ര രൂപയാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ അവരോട് പറയുന്നത്, പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനമല്ല ഇത്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി. ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ 1/2 സെൻറ്റിമീറ്ററിൻ്റെ പുസ്തകം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വാ എന്ന് പറഞ്ഞു. അല്ലാതെ ഞാനിവിടെ നിന്നുകൊണ്ട്, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു, അവൻ 18 പുസ്തകം എഴുതിയിട്ടുണ്ട്, അല്ല ഒരു പുസ്തകത്തിൽ 18 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 18 കാര്യം എന്ന് പറയുന്നത് 18 ബ്രാൻഡുകളെ കുറിച്ച് എഴുതിയതാണ്. എനിക്ക് ഗിന്നസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു.
ഗൂഗിളിൽ നിന്ന് കിട്ടിയത് ഒരു പുസ്തകത്തിലാക്കിയിട്ട് വന്നതിന് നിനക്ക് റെക്കോർഡ് തരണമെന്ന് പറയുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് എന്ന് ചോദിച്ചു. ഒരിക്കൽ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു A4 ഷീറ്റിൽ കാലിഗ്രഫിയിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് എനിക്ക് ഗിന്നസ് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, കോഴിക്കോട് കടപ്പുറത്ത് 1.5 കിലോമീറ്റർ നീളത്തിൽ കാലിഗ്രഫിയിൽ ഖുർആൻ എഴുതിയതിനാണ് ജസീമിന് ഗിന്നസ് കിട്ടിയത്. മോൾ ഇത് എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചെടുത്തെന്ന് വെച്ചപ്പോൾ 2 ദിവസം എന്ന് പറഞ്ഞു. പുതിയ കാലം വളരെ വേഗതയാണ്, പെട്ടെന്ന്. കാത്തിരിപ്പ്, സബർ എന്ന് പറയുന്നത് ക്ഷമ എന്നല്ലല്ലോ അർത്ഥം, കാത്തിരിപ്പല്ലേ. നമ്മൾ കാത്തിരിക്കണം. ആ കാത്തിരിപ്പില് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 4 സെന്റിമീറ്ററിന്റെ പുസ്തകം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം ഇതാണെന്നായിരുന്നു. പക്ഷെ ഞാൻ അന്വേഷിച്ചു പോയപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും ചെറിയ പുസ്തകം എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ അന്വേഷിക്കണം, നമ്മൾ കണ്ടെത്തണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട്സ്, നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത, നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് പുറകെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള വേദി രൂപപ്പെടും. പക്ഷേ നിരന്തരമായി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നിരന്തരമായി അതിനെക്കുറിച്ച് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് വേണ്ടി ആൽക്കമിസ്റ്റിൽ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം ഗൂഢാലോചന നടത്തും. പ്രപഞ്ചം ഗൂഢാലോചന നടത്തണമെങ്കിൽ നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം. അപ്പം ഞാൻ തുടക്കത്തിൽ ഇത്രയും പറഞ്ഞു. ഇനിയുള്ളത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും, അതായത് ഒരു ഇൻട്രാക്ട് ചെയ്യാൻ പോവാണ്, നമുക്കൊന്ന് പരസ്പരം എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഒപ്പം തന്നെ ഈ സെഷനിൽ ഇരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ സെഷൻ പൂർത്തിയാവുന്നതോടുകൂടി ഷാഹുൽ സാറ് അത് നിങ്ങൾക്ക് നൽകാനുള്ള ഏർപ്പാട് ചെയ്യും. ഈ മാസം ബർത്ത്ഡേ ഉള്ള ആളുകളുണ്ടോ? വരൂ, സ്റ്റേജിലേക്ക് വരൂ. ഈ മാസത്തെ ബർത്ത്ഡേ ഉള്ള ആളുകൾ സ്റ്റേജ്, അപ്പോൾ നേരിട്ടിട്ട് തരാം. ഗിഫ്റ്റ് ഉണ്ട്, ഗംഭീര ഗിഫ്റ്റാണ്. ഇതാ പോക്കറ്റിലുണ്ട്. സമയം കളയരുത് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിങ്ങാ. 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇത്രേ ഉള്ളൂ നമുക്ക് സമയം. ബർത്ത്ഡേ ഉള്ള ആളുകളൊക്കെ അങ്ങോട്ട് വന്നേ. എൻ്റെ കയ്യിലുള്ളത് ഒരു പുസ്തകമാണ്. 2018 മുതൽ മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കി സൗജന്യമായി നൽകി വരുന്നുണ്ട്. 2018 മുതൽ ഏകദേശം 33,500ഓളം പുസ്തകങ്ങൾ, 33.5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വായനക്കാർക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. വലൈക്കും സലാം. ഒരു മൈക്ക് കൊടുത്തേ. ഷൗൽ സാർ ഒരു മൈക്ക് കൊടുക്കൂ. നിങ്ങളത് മറിച്ചിട്ട് ഒരു കഥ വായിച്ചോളൂ കേട്ടോ. ഒരു കഥ വായിച്ചോളൂ. വരൂ കടന്നു. ഇത് പുസ്തകം അങ്ങോട്ട് അവരോട് വന്നോട്ടെ. സ്റ്റേജ് സമ്മാനം. 1ാം സമ്മാനം കിട്ടിയ കവിത ഉദ്യാനത്തെ കുറിച്ചുള്ളതായിരുന്നു. എന്തോ അതിൽ വേരിനെ കുറിച്ച് ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ സമ്മാനിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഈ മൈക്ക് നമുക്ക് ബർത്ത്ഡേ ഈ മാസം ഉണ്ടല്ലേ? ചോദ്യം ആരാണ്? ഒരാൾ എഴുന്നേറ്റിരുന്നു. മൈക്ക് കൊടുക്കൂ. ഷാവില ഒന്ന് മൈക്ക്.
ചോദ്യം. ഈ ഗിന്നസ് റെക്കോർഡായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ, അതെൻ്റെ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് അതുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളത് കൂടി പറഞ്ഞാൽ ഏറെ നന്നായിരിക്കും തോന്നുന്നു. ഗൂഗിളിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗിന്നസിൻ്റെ ഹോം പേജ് തുറന്നു വരും. അതിൽ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. നമ്മൾ ഏതൊരു വിഷയത്തിലാണ്, ഏതൊരു കാര്യത്തിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മിനിയേച്ചർ പുസ്തകം എന്ന് അല്ലെങ്കിൽ മിനിയേച്ചർ സ്മോളസ്റ്റ് സിനിമ എന്ന് ഞാൻ അടിക്കുന്നു, അതുപോലെ ഓരോരുത്തരും ഇപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് എങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ അതിൻ്റെ റെക്കോർഡ് ലോകത്ത് ഏത് രാജ്യക്കാരൻ്റെ പേരിലാണെന്ന് കാണാൻ കഴിയും. അങ്ങനെ ആ റെക്കോർഡ് ഏത് രാജ്യക്കാരൻ്റെ പേരിലാണെന്ന് കണ്ടാൽ നമ്മൾക്ക് അതിനേക്കാൾ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ അവർ ഒരു പക്ഷെ സ്വീകരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സ്വീകരിച്ചു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് കിട്ടും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഈ വർക്ക് അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ഗിന്നസിൻ്റെ ആസ്ഥാനത്തേക്ക് ലണ്ടനിലേക്ക് അയച്ചു കൊടുക്കണം. ഈ 2 കാര്യത്തിലും ആഗ്രഹം എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കഴിവുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മറ്റെല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടാകും. ഹലോ, ബാസിദ് എന്നാണ് പേര്. ഈ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താ? ഇപ്പോൾ ഫിനാൻഷ്യലി ആണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ടോ, അതല്ലെങ്കിൽ സ്റ്റാറ്റസ് പരമായിട്ട് വേറെ ബെനിഫിറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വളരെ നിരന്തരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ലാഭം എന്നുള്ളത്. ഒന്നാമത്തെ ലാഭം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇവിടെ നിന്ന് ഇപ്പോൾ കോഴിക്കോട് നിൽക്കുന്ന അല്ലെങ്കിൽ കുന്നംകുളത്തുകാരനായ എന്നെക്കുറിച്ച് കഴിഞ്ഞ മാർച്ച് 21 റുമേനിയയിൽ അവിടെ ഉണ്ടാകുന്ന കാവ്യദിനത്തെക്കുറിച്ച് വന്ന ലേഖനത്തിൽ എന്നെക്കുറിച്ച് വന്നു എന്നുള്ളത് ലോകം നമ്മളെ സെർച്ച് ചെയ്യുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. 2, വേൾഡിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. ഒപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഗിന്നസ് ലഭിക്കുന്ന ആളുകൾക്ക് സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്, ജോലി കൊടുക്കുന്നുണ്ട്. വിദേശത്ത് ഗിന്നസ്, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർക്ക് അവിടുത്തെ ഗവൺമെൻറ് റെക്കോർഡ് അറ്റംപ്റ്റിൻ്റെ സാമ്പത്തിക ചിലവ് പോലും, അതുപോലെ തന്നെ വലിയ സാമ്പത്തികപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബംഗാളിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സൗദീപ് ചാറ്റർജി, ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. അദ്ദേഹം അവിടുത്തെ ഗതാഗത മിനിസ്റ്ററുടെ സ്പെഷ്യൽ സ്റ്റാഫിൽ ഇടം പിടിച്ചത് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആയതുകൊണ്ടാണ്. അത് ഗവൺമെൻറ്റുകളാണ് അത് ചെയ്തു തരേണ്ടത്.